Hi students, today we are going to talk about the literary sources. So what are the major components of the literary sources? In this module or in this topic we are dealing the religious literature. So what are the major religious literature which are dealing with ancient Indian history? So we already noticed that the literary sources of ancient India is mostly in religious in nature. നമ്മൾ ഏൻഷ്യൻ ഇന്ത്യയുടെ അല്ലെങ്കിൽ പുരാതന ഇന്ത്യയുടെ സാഹിത്യ സ്രോതസ്സുകളെല്ലാം ഏത് രീതിയിലായിരുന്നു? മതപരമായിട്ടുള്ളൊരു രീതിയിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ലിറ്റററി സോഴ്സസിലെ പ്രധാനപ്പെട്ട റിലീജിയസ് ലിറ്ററേച്ചറുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കാം. സോ വാട്ട് ആർ ദ മേജർ റിലീജിയസ് ലിറ്ററേച്ചർ? The major religious literature are the Hindu religious text, Buddhist religious text and Jain religious text. റിലീജിയസ് ലിറ്ററേച്ചറിലെ അല്ലെങ്കിൽ മതപരമായ സാഹിത്യങ്ങളിലെ പ്രധാന വിഭാഗങ്ങളാണ് ഹിന്ദു മതപരമായ ഗ്രന്ഥങ്ങൾ, ബുദ്ധിസ്റ്റ് ഗ്രന്ഥങ്ങൾ, ജെയിൻ ഗ്രന്ഥങ്ങൾ. സോ ദ ഹിന്ദു റിലീജിയസ് ടെക്സ്റ്റ് വിച്ച് ഇൻക്ലൂഡഡ് സംഹിതാസ്, ബ്രാഹ്മണാസ്, ഉപനിഷത്സ്, സ്മൃതി ലിറ്ററേച്ചർ, സൂത്ര ലിറ്ററേച്ചർ, എപ്പിക്സ് ആൻഡ് പുരാണാസ്. സോ ഹിന്ദു റിലീജിയസ് ടെക്സ്റ്റിലെ പ്രധാന വിഭാഗങ്ങളാണ് സംഹിതകൾ, ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്ത്, സ്മൃതി ലിറ്ററേച്ചർ, സൂത്ര സാഹിത്യങ്ങൾ, എപ്പിക്സ് അഥവാ ഇതിഹാസങ്ങൾ ആൻഡ് പുരാണാസ്. So these are the major religious literature. So in this part the Hindu religious texts, that is Samhita, Brahmana, Upanishads, Smriti and Sutra literature, epics and Puranas. So what are the major content of these Hindu religious texts are going to be discussed. ഇപ്പോൾ ഹിന്ദു റിലീജിയസ് ടെക്സ്റ്റിലെ പ്രധാന വിഭാഗങ്ങളായ സംഹിതകൾ, ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുക്കൾ, സ്മൃതി, ശ്രുതി ലിറ്ററേച്ചറുകൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ എന്നിവയിലെ പ്രതിപാദ്യ വിഷയങ്ങളാണ് നമ്മൾ താഴെ പറയാൻ പോകുന്നത്. സോ മെയിൻലി ദീസ് റിലീജിയസ് ലിറ്ററേച്ചർ ദേ ത്രോ ലൈറ്റ് ഓൺ ദി ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ ഫ്രം വേദിക് ടു ദി ഗുപ്ത ഏജ്. സോ വേദകാലം മുതൽ ഗുപ്തകാലഘട്ടം വരെയുള്ള പ്രധാന ചരിത്ര രേഖകളാണ് നമ്മൾ ഏതെന്ന് ലഭിക്കുന്നത്? ഈ ഹിന്ദു റിലീജിയസ് ടെക്സ്റ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അത് ഹിന്ദു റിലീജിയസ് ടെക്സ്റ്റുകളായ സംഹിതകൾ, ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്ത്, സ്മൃതി ആൻഡ് സൂത്ര ലിറ്ററേച്ചർ, എപ്പിക്, പുരാണങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായും ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ ഫ്രം ദ വേദിക് ഏജ് ടു ദി ഗുപ്ത ഏജ്. വേദകാലഘട്ടം മുതൽ ഗുപ്ത കാലഘട്ടം വരെയുള്ള ഒരു സമഗ്രമായ ചരിത്രവും സംസ്കാരവുമാണ് ഈ പറയുന്ന ഹിന്ദു റിലീജിയസ് ടെക്സ്റ്റുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ദെൻ വി ആർ ഡീലിംഗ് ദി സംഹിതാസ്. എന്താണ് സംഹിതകൾ? സംഹിതാസ് എന്ന് പറഞ്ഞാൽ നമ്മളത് വേദങ്ങൾ അടങ്ങിയതാണ് സംഹിതകൾ എന്ന് പറയുന്നത്. വേദ സംഹിതകളെയാണ് നമ്മൾ സംഹിതാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ സംഹിതാസ് ആർ ദ ഫസ്റ്റ് ലിറ്റററി സോഴ്സസ് വിച്ച് ഇൻക്ലൂഡഡ് 4 വേദാസ്. സംഹിതകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാഹിത്യ സ്രോതസ്സുകളായിട്ട് അറിയപ്പെടുന്നു. അതിൽ പ്രധാന ഘടകങ്ങളാണ് 4 വേദങ്ങൾ. ദ ഫസ്റ്റ് വേദ ഏതാണ്? ഏർലി വേദ എന്ന് പറയുന്നത് ഋഗ്വേദ. ലേറ്റർ വേദാസ് ആണ് സാമവേദ, യജുർവേദ ആൻഡ് അഥർവ വേദ. അപ്പോൾ ഈ 4 വേദങ്ങളാണ് നമ്മൾ സംഹിതകൾ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ആൻഡ് വാട്ട് വാസ് ദ കണ്ടന്റ് ഓഫ് ഋഗ്വേദ? എന്താണ് ഋഗ്വേദത്തിൽ പറയുന്നത്? സോ ഋഗ്വേദ മെയിൻലി കൺസിസ്റ്റ് ഓഫ് ഹൈംസ്, അല്ലെ? പ്രധാനമായും ശ്ലോകങ്ങളാണ് അതിൽ, അല്ലെങ്കിൽ സ്തുതിഗീതങ്ങളാണ് ഋഗ്വേദത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിച്ച് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദി സിവിലൈസേഷൻ ഓഫ് ദി ഏർലി വേദിക് ഏജ്. ഏർലി വേദ, നമ്മൾ ആദ്യകാല ഋഗ്വേദ കാലഘട്ടത്തിലെ പ്രധാന സംസ്കാരത്തെക്കുറിച്ചാണ് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നത്. ആൻഡ് ലേറ്റർ 3 വേദാസ്. ലേറ്റർ 3 വേദാസ് മീൻസ് ദി സാമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ. അതായത് പിൽക്കാല വേദങ്ങൾ എന്നറിയപ്പെടുന്ന ഏതൊക്കെയാണ്? സാമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ. ദേ ആർ യൂസ്ഫുൾ ടു അസ് ടു നോ അബൌട്ട് ദി സിവിലൈസേഷൻ ഓഫ് ദി ലേറ്റർ വേദിക് ഏജ്. ഇപ്പോൾ പിൽക്കാല വേദ കാലഘട്ടങ്ങളെ കുറിച്ചുള്ള അറിവുകൾ നൽകുന്നത് ഏതായിരുന്നു? ലേറ്റർ വേദാസായ സാമവേദ, യജുർവേദ ആൻഡ് അഥർവ വേദയാണ്. സോ ദീസ് ആർ ദി സംഹിത. ഇപ്പോൾ സംഹിതകൾ എന്താണ്? സംഹിതകളിലെ പ്രധാന പ്രതിപാദ്യ വിഷയമാണ് നമ്മൾ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയത്. ഇനി മറ്റു പ്രധാന വിഭാഗങ്ങളാണ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള മറ്റു പ്രധാന വിഭാഗങ്ങളാണ്. സംഹിത കഴിഞ്ഞു ഇനി അടുത്ത് വരുന്ന ഏതാണ്? ബ്രാഹ്മണാസ്. ഇനി ബ്രാഹ്മണങ്ങളിൽ എന്താണ്?
Brahmanas provides knowledge concerning the expansion of the Aryans towards East India. അപ്പോൾ ഇന്ത്യയിലേക്ക്, പ്രധാനമായും കിഴക്കേ ഇന്ത്യയിലേക്ക് ആര്യന്മാരുടെ വരവ് അല്ലെങ്കിൽ കടന്നു വരവ് അല്ലെങ്കിൽ അവരുടെ ആക്രമണം, ദെൻ അവരുടെ പ്രധാന സെറ്റിൽമെൻറ്റുകളാണ് ഏതിൽ പറയുന്നത്? ബ്രാഹ്മണത്തിൽ പരാമർശിക്കുന്നത്. കൂടാതെ ഇറ്റ് ഓൾസോ ഗീവ്സ് ഇൻഫർമേഷൻ ഓൺ ദ റിലീജിയസ് ബിലീഫ്സ് ആൻഡ് റിച്വൽസ് ഓഫ് ദി ആര്യൻസ്. ആര്യകാലങ്ങളിൽ ആര്യന്മാരുടെ പ്രധാനപ്പെട്ട മതപരമായ വിശ്വാസങ്ങളും അവരുടെ പ്രധാന റിച്വലുകളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദെൻ അനദർ പോർഷനാണ് ഉപനിഷത്സ്. മറ്റു പ്രധാനപ്പെട്ട ഹിന്ദു റിലീജിയസ് ടെക്സ്റ്റാണ് ഉപനിഷത്തുകൾ. ഉപനിഷത്തുകൾ പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഫിലോസഫിക്കൽ എക്സ്പ്ലനേഷൻസ് ആണ്. സോ ഉപനിഷത്സ് ദേ കൺസേൺ ദി ഫിലോസഫിക്കൽ സ്പെക്കുലേഷൻസ് ആൻഡ് ബിലീഫ്സ് ഓഫ് ദി ആര്യൻസ് അല്ലേ. പ്രധാനമായും ആര്യന്മാരുടെ തത്വചിന്തപരമായ കാര്യങ്ങളും പിന്നെ അവരുടെ വിശ്വാസ പ്രമാണങ്ങളുമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാന വിശ്വാസങ്ങളാണ് ദ ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് സോൾ, ദ കോൺസെപ്റ്റ് ഓഫ് ബ്രഹ്മ, സാൽവേഷൻ ഓഫ് സോൾ എക്സെട്ര. അപ്പോൾ ഏത് രീതിയിലാണ് ഒരു പുനർജന്മം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മളുടെ ആത്മാവ് പുനർജനിക്കുന്നത്, പിന്നെ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ സാൽവേഷൻ ഓഫ് ദി സോൾ, ആത്മാവിൻ്റെ മോക്ഷം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിപാദ്യ വിഷയമായി ഏതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉപനിഷത്തുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. So Upanishads are the philosophical speculations and which contain the beliefs of the Aryans like the transmigration of soul, the Brahma, salvation of soul, etc. Then another part of the Hindu religious text are the Sutra literature. The Sutras tells the rituals that performed in different യജ്ഞാസ്. പല യജ്ഞങ്ങൾ അല്ലെങ്കിൽ യാഗങ്ങൾ, സാക്രിഫൈസസുകളിൽ ഒരു ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥൻ അനുഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട റിച്വൽസിനെ കുറിച്ചാണ് സൂത്രങ്ങളിൽ നമ്മൾ പരാമർശിക്കുന്നത്. ആൻഡ് ദ റിലീജിയസ്, സോഷ്യൽ, മോറൽ ആൻഡ് ഫിലോസഫിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. സോഷ്യൽ, റിലീജിയസ്, മോറൽ ആൻഡ് ഫിലോസഫിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ മതപരവും സാമൂഹ്യപരവും ധാർമ്മികവും അതുപോലെ തന്നെ തത്വചിന്താപരവുമായിട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസ്, ദെൻ പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരവുമായിട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസുമാണ് ഏതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സൂത്രാസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ another part that was the Smriti literature. The Smriti reveals the social and religious condition of Indians between 200 BC to 600 AD. അതായത് 200 BC മുതൽ 600 AD വരെയുള്ള ഇന്ത്യയുടെ സാമൂഹിക മതപരമായ അവസ്ഥകളെക്കുറിച്ചാണ് സ്മൃതി സാഹിത്യങ്ങളിൽ പ്രധാനമായും അറിയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട എപ്പിക്സ്, രാമായണ ആൻഡ് മഹാഭാരത. നമ്മുടെ പ്രധാനപ്പെട്ട ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. ഈ രാമായണത്തിലും മഹാഭാരതത്തിലും നമ്മൾ പ്രധാനമായി പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. ദി എപ്പിക്സ്, രാമായണ ആൻഡ് മഹാഭാരത ആർ യൂസ്ഫുൾ ഫോർ knowing the living condition of Aryans during the later Vedic age. പിൽക്കാല വേദകാലഘട്ടത്തിലെ ആര്യന്മാരുടെ ജീവിത സാഹചര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എപ്പിക്സുകളായ രാമായണത്തിലും മഹാഭാരതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി കാണുന്നത്. പിന്നെ നമ്മൾ രാമായണ മഹാഭാരതം ഈ കൊറോണ കാലഘട്ടത്തിൽ അതിൻ്റെ റീടെലികാസ്റ്റിംഗ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. സോ വെൻ വി അനലൈസിങ് ദ പിക്ചറൈസേഷൻ ഓഫ് ദാറ്റ് ഗ്രേറ്റ് എപ്പിക്സ് വി ക്യാൻ റിയലൈസ് ദാറ്റ് വാട്ട് വാസ് ദ കണ്ടീഷൻ ഓഫ് ദി living condition of the Aryans during the later Vedic age. Then another important part that is the Puranas. They help us to finding out the history of the rulers and their kingdoms. പുരാണങ്ങളിൽ പ്രധാനമായും പറയുന്നത് ഏതാണ്? രാജാക്കന്മാരെ കുറിച്ചും അവരുടെ കിങ്ഡംസ്, ഏതാണ് അവരുടെ രാജ്യം. അപ്പോൾ രാജാക്കന്മാരും അവരുടെ സാമ്രാജ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? പുരാണങ്ങളിൽ നിന്നും ലഭിക്കും. പ്രധാനമായും ഏത് കാലഘട്ടത്തെ? which existed in India after the war of Mahabharata till 6th century AD. മഹാഭാരത യുദ്ധത്തിന് ശേഷം 6ാം നൂറ്റാണ്ട് വരെയുള്ള പ്രധാനപ്പെട്ട റൂളേഴ്സിൻ്റെയും അതായത് രാജാക്കന്മാരുടെയും അതുപോലെ തന്നെ അവരുടെ രാജ്യങ്ങളെക്കുറിച്ചുള്ള ചരിത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുരാണങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി കാണുന്നു. സോ ദീസ് ആർ ദി മേജർ ഹിന്ദു റിലീജിയസ് ടെക്സ്റ്റ്. ഇപ്പോൾ ഹിന്ദു ലിറ്റററി സാഹിത്യത്തിലെ ഹിന്ദു റിലീജിയസ് ടെക്സ്റ്റ്, അതായത് നമ്മുടെ ലിറ്റററി സോഴ്സസിലെ റിലീജിയസ് ലിറ്ററേച്ചറിലെ ഹിന്ദു റിലീജിയസ് ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഈ സംഹിത, ബ്രാഹ്മണ, ഉപനിഷത്ത്, സ്മൃതി, സൂത്ര, എപ്പിക്സ് ആൻഡ് പുരാണങ്ങളിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങളാണ് നമ്മളിവിടെ ഇത്ര നേരവും പറഞ്ഞത്. ദീസ് ആർ ദി മേജർ ഹിന്ദു റിലീജിയസ് ടെക്സ്റ്റ്. സോ യു ക്യാൻ റൈറ്റ് ദി നോട്ട്സ്. And some of the students missed today's class also. That's why I am explaining both in English and Malayalam.
So all the students can take notes from this PPT. So the literary sources, and the part of literary sources we are dealing religious literature. In this religious literature, the Hindu religious text, that is Samhita, Brahmana, Upanishads, Smriti literature, Sutra literature, epics and Puranas, and what was the content of each thing. This Samhita means the 4 Vedas. Veda Samhitaകളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് ഇവിടെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ബ്രാഹ്മണങ്ങളുടെ what was the major subject matter that dealing the Brahmanas, Upanishads, Sutras and Smriti literature, the epics, Ramayana and Mahabharata, the Purana. Hope you understand. Thank you, students.